ഹലോ, നമസ്കാരം. ഞാൻ നമ്മുടെ ജോർജ് സാറിന്റെ പോലെ ഒന്ന് പറഞ്ഞു നോക്കിയതാണ്. അപ്പോൾ ഇന്ന് വേറൊരു ഇടിവെട്ട് കറിയായിട്ട് ആണ് വന്നിരിക്കുന്നത്. വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കുറച്ച് ചേരുവകൾ മാത്രമല്ല ഒരു ഇടിവെട്ട് കറി. ഓക്കെ, അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. ഇതാ നമുക്ക് വേണ്ടത് 1 കിലോ ചിക്കൻ ഞാനവിടെ കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് മുരിങ്ങയില അറിയില്ലേ. പിന്നെ അത് ഒരു 5 പച്ചമുളക്, കുറച്ച് ചെറുള്ളി, പിന്നെ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി. ഇത്രയാണ് ആവശ്യമുള്ള. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ മുരിങ്ങയില തോരൻ. എനിക്ക് തോന്നുന്നത് ഇതിന് മുന്നേ ഇങ്ങനത്തെ പോലത്തെ ഒരു കറി കഴിച്ചിട്ടുണ്ടാവാൻ ചാൻസ് കുറവാണ്. കറിയല്ല, ഇതുപോലെ ഒരു തോരൻ ചാൻസ് കുറവാണ് കഴിക്കാനായിട്ട്. നമുക്കറിയാലോ മുരിങ്ങയിലയുടെ ഗുണങ്ങളൊക്കെ നമുക്കറിയാം. ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഇലയാണ് ഈ മുരിങ്ങയില എന്ന് പറയുന്നത്. നമുക്ക് കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. നല്ലൊരു ഫൈബറാണ്, ശരീരത്തിൽ ദഹനത്തിന് സഹായിക്കുന്നു. അപ്പോൾ അങ്ങനെ മുരിങ്ങയിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഔഷധ ഗുണമുള്ള സാധനമാണ്. വെറുതെ എന്താ പറയുക, വെറുതെ ഒന്ന് ആരോഗ്യം വെച്ച് കഴിച്ചാൽ തന്നെ കഴിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ മുരിങ്ങയില പറയുന്നത്. ഇവിടെ മുരിങ്ങയില ഇപ്പോൾ സീസൺ അല്ല, മുരിങ്ങയില ആയി വരുന്നുള്ളത്. ഇവിടുത്തെ മുരിങ്ങയില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊടി പിടിച്ചിട്ട് നന്നായിട്ട് റോഡ് സൈഡിലൊക്കെ നിൽക്കുന്നത് കൊണ്ടേ പൊടി പിടിക്കും. അപ്പോൾ നന്നായിട്ടൊക്കെ കഴുകിയെടുക്കണം. ഇവിടെയുള്ള ആൾക്കാർ ഇതുണ്ടാക്കും, നന്നായിട്ട് കഴുകണം കേട്ടോ. നമുക്കപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഇത് നമ്മുടെ ഇടിയന്ത്രം എടുക്കുക. എന്നിട്ട് നമ്മുടെ ഉള്ളി ഉണ്ടല്ലോ, ഉള്ളി നമുക്ക് ആദ്യം തന്നെ ഒന്ന് ചതച്ചെടുക്കാം. ഒരുവിധം ചതച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ പച്ചമുളക് കൂടി ഇടാണ്. അപ്പൊ ഒരുവിധം ചതച്ചെടുത്തിട്ടുണ്ട്. പച്ചമുളകും ഉള്ളിയും കൂടി ചതച്ചെടുത്തു. ഞാൻ ചതച്ചത് ഈ പാത്രത്തിലേക്ക് ആക്കിയിട്ട്. ഇനി ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കണം. ഇനി ഇതിൽ ചെയ്യേണ്ടത് ഞാൻ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കണം കേട്ടോ. പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു. കുറച്ച് ഉപ്പിടാം. കുറച്ചിട്ടാൽ മതി. നമ്മൾ ചിക്കൻ അതിൽ ഇടുമ്പോൾ കുറച്ച് ഉപ്പ് വേണ്ടി വരും. അപ്പോൾ കുറച്ച് ഉപ്പിട്ടാൽ മതി. ഇതൊക്കെ നന്നായിട്ട് നമ്മൾ കൈ കൊണ്ട് മിക്സ് ചെയ്യാട്ടോ. ഇതൊക്കെ കഴുകിയിട്ട് കൈ നന്നായി കഴുകണേ, പണി കിട്ടും. ഓ, എന്താ ഇതിൻ്റെ സ്മെല്ല് വരുന്നുണ്ട്. ഇതാക്കുമ്പോൾ തന്നെ സ്മെല്ല് വരും. എനിക്ക് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ മിക്സ് ചെയ്ത സംഭവമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്. ചിക്കനിൽ കുറച്ച് വെള്ളമുള്ളത് കൊണ്ട് ഞാൻ അത് വേറെ പാത്രത്തിലേക്ക് ആക്കുന്നുണ്ട്. ഇനി നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിലേക്ക് ഞാനിവിടെ ആ ചിക്കൻ എടുത്തിട്ടു. നമ്മൾ ഇതിൽ വെച്ചിരിക്കുന്ന ഈ സംഭവമില്ലേ, കണ്ട ഉള്ളിയും പച്ചമുളകും കൂടി അരിഞ്ഞത്, അത് ഞാൻ അങ്ങനെ തന്നെ ഇതിലേക്ക് തട്ടി. ഇനിയാണ് നമ്മുടെ അടുത്ത പരിപാടി. കുരുമുളക് പൊടിയില്ല, ഒരു 2 സ്പൂൺ ഇട വരുന്നത്. 1 സ്പൂണ്, അടുത്തത് 2 സ്പൂൺ കുരുമുളക് പൊടി. അപ്പൊ ഇതിൽ മൊത്തത്തിലുള്ള മിളകിന്റെ അളവ് ഒരു 5 പച്ചമുളകും 2 സ്പൂൺ കുരുമുളക് പൊടി ഇട്ടാണ്. ഇനി ഞാൻ ഇത് നോക്കിയിട്ട് മിക്സ് ചെയ്യാം. നമ്മളിതില് ചിക്കൻ മസാലയോ മുളക് പൊടിയോ മല്ലിപ്പൊടിയോ ഒന്നും ചേർന്നില്ല കേട്ടോ. അതൊക്കറിയാം, പണ്ടൊക്കെ ആൾക്കാര് ഈ മുളക് പൊടി മല്ലിപ്പൊടി എന്നല്ലേ വെറുതെ വേവിച്ച് ഉപ്പ് പോലും ഉണ്ടാവില്ല. ഇപ്പോഴും കുറെ ആൾക്കാർ അങ്ങനെ കഴിക്കുന്നവരുണ്ട് കേട്ടോ. അങ്ങനെയാണ് കഴിച്ചിരുന്നത്. ഓ കണ്ട, ഇതിങ്ങനെ ആക്കുമ്പോൾ നമുക്കൊരു സ്മെല്ല് വരും. ആ ഉള്ളിയും പച്ചമുളകും പച്ച വെളിച്ചെണ്ണയും ഒക്കെ കൂടിയിട്ടുള്ള ഒരു സ്മെല്ല് നന്നായിട്ട് മിക്സ് ആക്കണം കേട്ടോ. അത് ചിക്കൻ്റെ അതങ്ങനെ പിടിക്കണം. ഇത് കഴിഞ്ഞിട്ട് കൈ സോപ്പിട്ട് കഴുകണേ, ഒരു പണിയാണ്. നീ കണ്ണുനീർ തുടയ്ക്കാതെ ഒന്നും പറയാതെ
ഇനി ഇതില് അടുത്തത് കുറച്ച് ഒരു 1/2 സ്പൂൺ മഞ്ഞപ്പൊടി ഇടാം. മഞ്ഞപ്പൊടി 1/2 സ്പൂൺ മഞ്ഞപ്പൊടി. അപ്പൊ നമ്മുടെ പൊടി കണക്കുകളൊക്കെ കഴിഞ്ഞ് ഇനി പൊടികളൊന്നും ആവശ്യമില്ല. ഒന്നും കൂടി മിക്സ് ചെയ്യാം. നമ്മൾ ഉപയോഗിച്ചത് പച്ചമുളക്, ചെറുള്ളി, പിന്നെ മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി. നല്ലൊരു സ്മെല്ല് വരട്ടെ, എല്ലാത്തിൻ്റെയും കൂടിയിട്ടുള്ള സ്മെല്ല്. ഞാനത് വീണ്ടും നമ്മുടെ ഈ പാത്രത്തിലേക്ക് ഞങ്ങൾ മാറ്റി വയ്ക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു മിക്സ് കിട്ടും. കണ്ട ഇരിക്കണ ഇതൊരു 2 മിനിറ്റ് കൂടി ഇരിക്കട്ടെ. നമുക്ക് ചെയ്യാനുള്ള പരിപാടി എന്താണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ ഇത് മിക്സ് ചെയ്ത പാത്രം ഉണ്ടല്ലോ, ആ പാത്രം തന്നെയാണ് നമ്മൾ കുക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. അത് കഴുകിയ പരിപാടികളൊന്നും വേണ്ട. അതിൽ അതിന്റെ ആ സ്മെല്ല് ഉണ്ടാവും. അപ്പൊ ഞാനിത് ഓണാക്കാൻ പോട്ടെ. ഓക്കെ, കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഓക്കെ, സഹയാത്രികൻ ഞാൻ നിന്റെ ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോ നമ്മൾ അതിലേക്ക് നമ്മുടെ ചിക്കൻ അങ്ങോട്ട് തട്ടിയിട്ട് കൊടുക്കാം. ഒരു തരി പോലും വെള്ളം യൂസ് ചെയ്യരുത് കേട്ടോ. തരി പോലും വെള്ളം വേണ്ടേ. ഒന്ന് ഇളക്കാൻ പറ്റും. തീ നന്നായിട്ട് ലോ ഫ്ലെയിമിൽ വെക്കാട്ടോ. നന്നായിട്ട് ലോ ഫ്ലെയിമിൽ വെക്കുക. നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ടോ അല്ലെ? കുറച്ച് ഉപ്പിൽ ഇട്ട് കൊടുക്കുന്നുള്ളൂ. അപ്പൊ ഇപ്പം കൂടി ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. കുറച്ചൊരു ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഉപ്പ് പോരാ വരാണെങ്കിൽ ലാസ്റ്റ് നമുക്ക് ഇടാം. അപ്പൊ ഈ ചിക്കൻ നമ്മൾ വേറെ ഒന്നും യൂസ് ചെയ്തിട്ടാട്ടോ. ഒരു കഷ്ണങ്ങളോ തക്കാളിയോ മസാലയോ ചിക്കൻ മസാലയോ അങ്ങനെയുള്ള സാധനങ്ങളോ ഒന്നുമില്ല. കുരുമുളക്, മഞ്ഞപ്പൊടി, പച്ചമുളക്, ഉള്ളി മാത്രം. ഇപ്പൊ തന്നെ സ്മെല്ല് തന്നെയാണ്. ഇനിയാണ് നമുക്ക് അടുത്ത് ചെയ്യാനുള്ളത്. തീ വളരെ ലോ ഫ്ലെയിമിലാണ് അടുത്ത് ചെയ്യാനുള്ളത്. നമ്മള് മുരിങ്ങയില എടുക്കും. മുരിങ്ങയില ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇളക്കാൻ പാടില്ല കേട്ടാ. മുരിങ്ങയില ഇട്ട് കഴിഞ്ഞാൽ ഇളക്കാൻ പാടില്ല. ഇതിന്റെ മുകളിൽ നമ്മള് വിതറി കൊടുക്കാം മുരിങ്ങയില. മുരിങ്ങയില ഇട്ടിട്ട് ഇളക്കരുത്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വെന്തോന്ന് നോക്കണ സമയത്താണ് നമ്മൾ ലാസ്റ്റാണ് എന്ത് ചെയ്യാ ആൾക്കാരുണ്ട്. ചിക്കൻ കാണാനേ ഇല്ല ഇപ്പൊ. കംപ്ലീറ്റ് മുരിങ്ങയില കൊണ്ട് മൂടി. ഓക്കെ, ഇനി ഇതൊന്ന് മൂടി വയ്ക്കാം. ഓക്കെ, മൂടി വെച്ചു. ഇനി നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് മാക്സിമം ഒരു 5-10 മിനിറ്റ്, 10 മിനിറ്റ് വീഡിയോ വരില്ല, 5-10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. കാരണം ആ മുരിങ്ങ ഇല വാടിയിട്ട് അതുപോലത്തെ ഈർപ്പം അതിൽ അടഞ്ഞു കിടന്നിട്ട് തന്നെ അതിങ്ങനെ വേവ് ചിക്കൻ. അപ്പൊ ഒരു സ്മെല്ലും നല്ല രസമായിരിക്കും. ഈ മുരിങ്ങയിലോടൊപ്പം നമ്മള് തേങ്ങ ചെരുകിയതും കൂടി ഒന്ന് വെതറി കൊടുത്തിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് ഒന്നും കൂടുതലുണ്ടാവും. ഇവിടെ തേങ്ങ ചെരുകിയത് ഇല്ലാത്തത് കൊണ്ടാണ് ഞാനത് ഇടാഞ്ഞത്. അപ്പൊ മുരിങ്ങയിലയുടെ ഒപ്പം ആ ഇടുന്നതിന്റെ ഒപ്പം തേങ്ങ ചെരുകിയത് കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ ചിക്കൻ മുരിങ്ങയില തോരൻ ഓൺ ദ വേ ആണ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. നിന്റെ തങ്കവള ഇലുങ്ങിയല്ലോ പൂഞ്ചോലക്കടവിൽ നിന്റെ പാദസര കുലുങ്ങിയല്ലോ താരോളി ചന്ദ്രികയെ നിന്നങ്കയാൽ കണ്ടുവല്ലോ താരോളി ചന്ദ്രികയെ നിന്നങ്കയാൽ കണ്ടുവല്ലോ പാതിരാക്കാറ്റിന്റെ പട്ടുരുവാരിളകിയല്ലോ പാതിരാക്കാറ്റിന്റെ പട്ടുരുവാരിളകിയല്ലോ താമസമെന്തേ വരുവാ പ്രാണസഖീന്റെ താമസമെന്തേ അണയാ പ്രേമമയി എന്റെ കണ്ട ഞാൻ തരി വെള്ളം പോലും ഒഴിച്ചിട്ടുണ്ടായില്ലേ. കണ്ടോ നോക്കിയേ കളിക്കണ്ട വേണ്ട.
ഇനി നമ്മളൊന്ന് തുറന്ന് നോക്കാട്ടോ. തുറന്ന് നോക്കുമ്പോൾ ഈ മുരിങ്ങയില ചെറുതായിട്ടൊന്ന് വാടി പോലെ തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ, വാടി തുടങ്ങി നമുക്കൊരു സ്മെല്ലും കിട്ടും വാടിയൻ്റെ, അതുപോലെ ആ ഒരു കളറും ചേഞ്ച് ആയിട്ട് തന്നെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ ഇതൊന്ന് വാടിയിട്ടുണ്ട് കേട്ടോ, വാടി കളറും ചേഞ്ച് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൽ നമ്മൾ വെളുത്തുള്ളിയോ വേപ്പലയോ അങ്ങനെ സാധനങ്ങളൊന്നും ഇട്ടില്ല കേട്ടാ. നമുക്കിതിൻ്റെ ആ മുരിങ്ങയിലയുടെയും ചിക്കൻ്റെയും ആ ചെറുള്ളിയുടെ ഒക്കെ ടേസ്റ്റ് സെപ്പറേറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു മസാല പോലും ഇടാതെ നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ നിങ്ങളുടെ ആ ചുവന്ന കളറൊന്നും ഇതിൽ കിട്ടില്ല. കാരണം നമുക്ക് എല്ലാ കറിയിലും മുളക് പൊടി ഇട്ടിട്ട് ചോപ്പ് വേണമല്ലോ. അത് നോർത്ത് ഇന്ത്യയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവരുടെ കറികളിലൊക്കെ പച്ചമുളക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ കൂടുതൽ. ചുവന്ന മുളക് അവർ യൂസ് ചെയ്യാറില്ല, അതുകൊണ്ട് തന്നെ അവർക്ക് അസുഖങ്ങളില്ല. ഈ ചുവന്ന മുളകാണ് ശരീരത്തിൽ, ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ശരീരത്തിൽ സൾഫർ കൂട്ടുന്ന സംഭവമാണ് ഈ ചുവന്ന മുളക്. അപ്പോൾ നമ്മളത് മാക്സിമം കറികളിൽ നിന്ന് ഒഴിവാക്കാണ് കൂടുതൽ നല്ലത്. നമ്മൾ ഇളക്കി അടച്ചെടുക്കുന്നുണ്ട്. ഇനി കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഇത് വെള്ളമൊക്കെ ജസ്റ്റ് ഒന്ന് വെന്ത് കഴിയുമ്പോൾ നമുക്കത് തുറന്ന് വെച്ചിട്ട് ഡ്രൈ ആക്കാം. അപ്പോൾ കുറച്ച് നേരമായി, ഒന്ന് തുറന്ന് നോക്കാം നമുക്ക്. ഇത് കണ്ട, അതിൽ വെള്ളം വെച്ചിട്ട് ഒട്ടും വെള്ളം വെക്കാതെ കണ്ട ആ മുരിങ്ങയിലയുടെ ഒക്കെ ആ സ്മെല്ല് വരുന്നിട്ടാണ്. ഞാനിതൊന്ന് ഇളക്കി കൊടുക്കണ്ടേ. ഇറച്ചൊരു ഇത് വെന്തിട്ടുണ്ട് കേട്ടോ. ഞാനിത് ഇനിയിപ്പോൾ ഡ്രൈ ആക്കാണ്, ഇതിൽ വെച്ചിട്ട് തുറന്ന് വെച്ച് ഡ്രൈ ആക്കാണ് കേട്ടോ. ഓ എന്താ സ്മെല്ല്, ഒരു രക്ഷയില്ല. എനിക്കിവിടുത്തെ ആൾക്കുന്ന് മുരിങ്ങയില പൊട്ടിക്കാൻ പോയപ്പോൾ അധികം മുരിങ്ങയില കിട്ടിയില്ല, കുറച്ചേ കിട്ടിയുള്ളൂ. നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ഇത്തിരി അധികം ഇട്ടോട്ടാ മുരിങ്ങയില, ടേസ്റ്റ് നല്ല അടാറ് ടേസ്റ്റ് ആയിരിക്കും. തീ കുറച്ചൊന്ന് കൂട്ടി കൊടുക്കുന്നത് ഞാൻ. പ്രാണസഖി ഞാൻ വെറുമൊരു പാമരനാ പാട്ടുകാരൻ, ഗാനലോകവീചികളിൽ വേണുമാട്ടിടയൻ, പ്രാണസഖി ഞാൻ വെറുമൊരു പാമരനാ പാട്ടുകാരൻ. എങ്കിലുമെന്നോ മലാക്കു താമസിക്കാനെൻ കരളി, തങ്കക്കിനാക്കൾ കൊണ്ടൊരു നന്നായിട്ട് വന്നിട്ടുണ്ട്. മധുരഗാനമാളിയുടെ കൈപ്പടവിൽ കാണാത്തൂലിഴയിൽ കൺമണിയെ കൊണ്ടുപോകാം, പ്രാണസഖി ഞാൻ വെറുമൊരു പാമരനാ പാട്ടുകാരൻ, ഗാനലോകവീചികളിൽ വേണുമാട്ടിടയൻ, പ്രാണസഖി ഞാൻ. അപ്പൊ വെജിറ്റബിൾ വേണ്ടവർക്ക് വെജിറ്റബിൾ ആയി, നോൺ വെജ് വേണ്ടവർക്ക് നോൺ വെജ് ആയി. ഈ മുരിങ്ങയിലുണ്ടല്ലോ, നമ്മള് ജസ്റ്റ് ചോറൊക്കെ വാർത്ത് വെക്കില്ലേ, ചോറ് വാർത്ത് വെച്ചിട്ട് ആ ചോറോട് കൂടി തന്നെ കിണ്ണത്തിൽ ഇട്ടിട്ട് അതിന്റെ മുകളിൽ കുറച്ച് മുരിങ്ങയില കഴുകി വെതറിട്ടിട്ട് അത് ഉണ്ണാണെന്നുണ്ടെങ്കിൽ, അതിലോട് കൂടിയിട്ട് ചോറുണ്ണാണെന്നുണ്ടെങ്കിൽ കൊളസ്ട്രോൾ കുറയുന്ന ഒരു ചൊല്ലുണ്ട്. ചെയ്തു നോക്കിക്കോട്ടെ കൊളസ്ട്രോൾ ഉള്ള ആൾക്കാർ.
ഒന്ന് ഇറക്കി കൊടുത്തോണ്ടിരിക്കണേ, കാരണം അല്ലാന്നുണ്ടെങ്കിൽ അടിയിൽ പിടിക്കും. നമ്മൾ വെള്ളം നോക്കിയാത്തതുകൊണ്ടേ തുറന്നു വെച്ച് ചൂടാക്കുമ്പോൾ ഡ്രൈ ആവും. അപ്പോ നമ്മുടെ മുരിങ്ങല ചിക്കൻ തോരൻ റെഡി. കാണിച്ചത് കാണുമ്പോ തന്നെ കഴിക്കാൻ തോന്നുന്നു. അപ്പൊ നമ്മുടെ മുരിങ്ങല ചിക്കൻ തോരൻ റെഡി ആയിട്ടാ. കണ്ട എന്താ ഭംഗിയില്ലേ കാണാനായിട്ട്. ഇത് ടേസ്റ്റ് ചെയ്താക്കുമെന്ന്. നല്ല ചൂടുണ്ട്, അതിട്ട് നോക്കട്ടാ. ഓ നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അമ്മ സൂപ്പർ, ഒരു രക്ഷയില്ല. നോക്കിയേ മുരിങ്ങല. മുരിങ്ങല ഇഷ്ടമില്ലാത്തടത്തൊക്കെ എങ്ങനെ ഉണ്ടാക്കി വെച്ച് കൊടുത്താൽ ഞാൻ മുരിങ്ങലൊക്കെ അവർ അറിയാണ്ട് തന്നെ ഉള്ളിലേക്ക് പൊക്കോളും. ആവശ്യത്തിന് ഫൈബർ കിട്ടും. സൂപ്പറാ, അടിപൊളി. അപ്പൊ നമ്മുടെ മുരിങ്ങയിലെ ചിക്കൻ തോരൻ റെഡി ആയിട്ടുണ്ട്, സൂപ്പർ ആയിട്ടുണ്ട്. അപ്പൊ വീട്ടിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കാം, ഒരു നഷ്ടം വരില്ല. അടിപൊളി കറി, വയസ്സായവർക്കും ചെറുപ്പക്കാർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന കറി കേട്ടാ. ഒരു തരി മസാല പോലും ഇടാതെയുള്ള ചിക്കൻ കറിയാണ്, ഓൺലി കുരുമുളക് പൗഡർ. അപ്പൊ പുതിയൊരു കറിയായിട്ട് വീണ്ടും സന്ധിക്കും വരെ വണക്കം.